അദ്ദേഹം ദുഃഖത്തിലാണ്. താൻ ഇനി എന്തു ചെയ്യും? തൻ്റെ കൊട്ടാരവും രാജ്യവും പ്രജകളും തനിക്ക് നഷ്ടമാകുമോ? അതിനേക്കാൾ തൻ്റെ മകൻ ചെയ്ത തെറ്റ്. എന്താണ് മകന് സംഭവിക്കുന്നത്? അദ്ദേഹം സങ്കടത്തിലാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഛത്രപതി ശിവജിയെ കുറിച്ചാണ്. നാം എല്ലാവരും ഛത്രപതി ശിവജിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ മകൻ സംഭാജിയെ കുറിച്ചും കേട്ടിട്ടുണ്ടാവും. എന്നാൽ തൻ്റെ മകൻ ചതിച്ച കഥ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ ഞാനിവിടെ പറയാൻ പോകുന്നത് സംഭാജി ശിവജിയെ ചതിച്ച കഥയാണ്. പക്ഷെ അത് ചതിയെന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അത് ചതിയല്ലായിരുന്നു എന്ന് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചതി നടന്നിരിക്കുന്നു, വലിയ ചതി. ഔറംഗസീബിന്റെ കൊട്ടാരത്തിൽ സംഭാജിയെ കണ്ട പ്രജകളും ദൂതന്മാരും ഇങ്ങനെ പറഞ്ഞു: ഛത്രപതി ശിവജി, നമ്മുടെ സംഭാജി നമ്മളെ ചതിച്ചിരിക്കുന്നു. ഔറംഗസീബുമായി പുതിയ കൂട്ടുകെട്ടിൽ കൂട്ടുകൂടിയിരിക്കുന്നു. ഇനി നമ്മൾ എന്തു ചെയ്യും? സംഭാജി നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല രഹസ്യങ്ങളും സംഭാജി അവിടേക്ക് അറിയിച്ചിട്ടുണ്ടാകും. ഇനി ഏതു സമയം ഒരു അക്രമം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും ഛത്രപതി ശിവജി തന്റെ മകനെ അവിശ്വസിക്കാൻ തയ്യാറായില്ല. ഒരു ദൂതനെ പറഞ്ഞയച്ചു. ദൂതൻ തിരിച്ചു വന്നു. ഛത്രപതി ശിവജി ഇങ്ങനെ പറഞ്ഞു: നീ കണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക, ഇല്ലെങ്കിൽ മിണ്ടിപ്പോകരുത്. അങ്ങനെ താൻ കണ്ട കാര്യങ്ങൾ ഛത്രപതി ശിവജിയോട് ദൂതൻ പറയുകയാണ്. ചതിച്ചിരിക്കുന്നു. സംഭാജി ഔറംഗസീബിന്റെ കൊട്ടാരത്തിൽ ചിരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം താൻ കണ്ടു അത്രയും. സംഭാജിക്ക് എന്തു പറ്റി എന്ന ആകുലതയിലാണ് ഇപ്പോൾ എല്ലാവരും. ശിവജിക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ വാർത്തകളെല്ലാം കേട്ടപ്പോൾ ഒന്ന് കരയണമെന്ന് തോന്നിയിരുന്നു. പക്ഷേ താൻ കരഞ്ഞാൽ തൻ്റെ പ്രജകൾ എന്തു ചെയ്യും? താനാണ് ഇനി ഇവർക്കുള്ള നട്ടല്. താൻ ഏറ്റവും സ്നേഹം കൊടുത്ത് വളർത്തിയ മകൻ തന്നെ ചതിച്ചിരിക്കുന്നു. ഇനി നാം എന്തു ചെയ്യും? സംഭാജിയുടെ ചതി അറിഞ്ഞ എല്ലാവരും ദുഃഖിതരായി. എന്നാൽ അതിൽ ഒരാൾ മാത്രം സന്തോഷിച്ചു. വേറെ ആരുമല്ല, സൊയ്റാബായി, ഛത്രപതി ശിവജിയുടെ രണ്ടാം ഭാര്യ. ഈ സന്തോഷത്തിന് പിന്നിൽ ഒരു നിഗൂഢതയുണ്ട്. തന്റെ മകനായ രാജാറാമിനെ രാജാവാക്കാനായിരുന്നു സൊയ്റാബായിക്ക് ഇഷ്ടം. എങ്കിൽ ആദ്യത്തെ ഭാര്യയിൽ തനിക്കുണ്ടായ മകനായിട്ടുള്ള സംഭാജിയെ രാജാവാക്കാനായിരുന്നു ഛത്രപതി ശിവജിക്ക് ഏറ്റവും ഇഷ്ടം. എങ്കിൽ സംഭാഭായിയെയും ശിവജിയെയും തെറ്റിക്കുക മാത്രമാണ് സൊയ്റാബായിയുടെ മുമ്പിലുള്ള ലക്ഷ്യം. അതിനുവേണ്ടി സൊയ്റാബായി പല കളികളും കളിച്ചു. ആ കളിയിലൊന്നാണ് ഇതെന്നും പറയപ്പെടുന്നത്. വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട സംഭാജിക്ക് ഏറ്റവും കൂടുതൽ കരുതലായും സ്നേഹം നൽകിയിരുന്നതും തൻ്റെ അച്ഛനായ ശിവജി തന്നെയാണ്. അതുമാത്രമല്ല, തൻ്റെ മുത്തശ്ശിയും കൂടെ കൂട്ടിനുണ്ടായിരുന്നു. വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. സംസ്കൃതത്തിൽ പോലും വളരെയധികം നൈപുണ്യമായ അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അറിവിൽ കേമൻ, എല്ലാത്തിലും മുൻപന്തിയിൽ. പിന്നെ എങ്ങനെ സംഭാജി ആരും ഇഷ്ടപ്പെടാതിരിക്കും? പ്രജകൾക്കും വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. പക്ഷേ ഈ ഒരു സംഭവം നടന്നതോടെ എല്ലാവർക്കും സംഭാജിയോട് ദേഷ്യം വന്നു തുടങ്ങി. സ്വന്തം രാജ്യത്തെ നശിപ്പിക്കുന്നു എന്ന് പലരും പറഞ്ഞു തുടങ്ങി. ശിവജി ആകെ തളർന്നു പോയി. ഇനി എന്തു ചെയ്യണം? തനിക്ക് ഇനി ആരുണ്ട്? തന്നെ വിശ്വസിക്കാൻ ഇനി ആരുണ്ട്? താൻ ഇനി എങ്ങനെ തൻ്റെ രാജ്യം മുന്നോട്ട് ഭരിക്കും? തൻ്റെ ഈ അവസ്ഥ ആര് മനസ്സിലാക്കും? സംഭാജിക്ക് വെറും 17 വയസ്സുള്ളപ്പോഴാണ് ഛത്രപതി ശിവജി തൻ്റെ ചക്രവർത്തി സ്ഥാനത്തിലേക്ക് മാറുന്നത്. തൻ്റെ മകനെ തൻ്റെ പിൻഗാമിയാക്കണം എന്നുള്ള അതിയായ മോഹം അദ്ദേഹത്തിന് അന്നേ ഉണ്ടായിരുന്നു. ഇതെല്ലാം നന്നായി അറിയുന്ന സൊയ്റാബായി അച്ഛനായ ശിവജിയെയും മകനെയും തെറ്റിക്കാൻ കിടഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ആ പരിശ്രമം വിജയം കണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം അച്ഛനും മകനും പല രീതിയിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വേണമെങ്കിൽ ശിവജി ഛത്രപതി സ്ഥാനമേറ്റ് 4-ാം വർഷമാകുമ്പോഴാണ് ഈ ചതി നടക്കുന്നത്. പറയാം, സൊയ്റാബായിയുടെ ഈ കൂനിട്ട് തന്നെയാവാം ചിലപ്പോൾ സംഭാജി ഔറംഗസീബിനെ കാണാനായി പോയത് എന്നുള്ള കാര്യം. പക്ഷേ എന്നാലും അച്ഛനെ അങ്ങനെ സ്നേഹിക്കുന്ന, തൻ്റെ രാജ്യത്തെ അത്രയും സ്നേഹിക്കുന്ന സംഭാജി ഒരിക്കലും ആ രാജ്യത്തെ ചതിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്. എന്തിനായിരിക്കും സംഭാജി ഔറംഗസീബുമായി ഒരു നല്ല കൂട്ടുകെട്ടിലേക്ക് പോയത്? ചരിത്രകാരന്മാർ ഇതിന് പല എക്സ്പ്ലനേഷൻസ് ആണ് കൊടുക്കുന്നത്. ആദ്യമായി തന്നെ പറയുന്ന ഒരു കാര്യം, ഛത്രപതി ശിവജിയും അതേപോലെ സംഭാജിയും ചേർന്ന് ഔറംഗസീബും അതേപോലെ മുഗൾ രാജാക്കന്മാരുടെയും മിലിറ്ററി ഓഡിറ്റിങ്ങിനെ കുറിച്ച് അറിയാനാണ്, അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി പവറിനെ കുറിച്ച് അറിയാനാണ് എന്ന ഒരു ചരിത്രകാരന്മാരുടെ വിശേഷണമുണ്ട്. അടുത്തതായി പറയുന്നത് സൊയ്റാബായി കാരണമാണ് സംഭാജിക്ക്
തൻ്റെ രാജ്യം വിട്ട് ഔറംഗസീബുമായി കൂട്ടുകൂടേണ്ടി വന്നത് എന്നുള്ളത്. മൂന്നാമതായി പല തത്വചിന്തകന്മാരും ചരിത്രകാരന്മാരും ഒരേപോലെ പറയുന്ന കാര്യം, സംഭാജി ഔറംഗസീബുമായി കൂട്ടുകൂടി അവസാനം അവരുടെ കൂടെ നിന്ന് ചതിച്ച് അതിനെ മറാത്ത സാമ്രാജ്യത്തിലേക്ക് കൂട്ടുക എന്നുള്ളതാണ്. ഇങ്ങനെ പല വിശേഷണങ്ങളും പല എക്സ്പ്ലനേഷനുകളും ഈ ഒരു ചതിയെക്കുറിച്ചുണ്ടെങ്കിലും സംഭാജിയെ അവിശ്വസിക്കാനായി ശിവജിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അങ്ങനെ ഔറംഗസീബിന്റെ കൊട്ടാരത്തിൽ താമസം തുടങ്ങിയ സംഭാജിക്ക് നല്ല രീതിയിലുള്ള വിശേഷണവും അതേപോലെ ഒരു വിരുന്നുമാണ് അവിടെ കിട്ടിയിരുന്നത്. പക്ഷെ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മറാത്താക്കാർ ഭീരുക്കളാണെന്നും സംഭാജിയെ കളിയാക്കിക്കൊണ്ടുള്ള പല വർത്തമാനങ്ങളും മുഗൾ കൊട്ടാരത്തിൽ നിന്ന് വലിയ രീതിയിൽ കേട്ടു തുടങ്ങി. ഇത് കേട്ട് മടുത്ത സംഭാജി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഔറംഗസീബിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി തന്റെ മറാത്ത സാമ്രാജ്യത്തിലേക്ക് തന്നെ, അല്ലെങ്കിൽ തന്റെ പിതാവിന്റെ അടുത്തേക്ക് തന്നെ സംഭാജി വന്നു ചേർന്നു. പക്ഷേ അന്ന് അവിടെ സംഭാജി വരുമ്പോൾ ഒരു സഭയാണ് കാണുന്നത്. തിരിച്ചു വരുന്ന മകനെ ഇനി എന്തു ചെയ്യണം എന്നുള്ള കാര്യമാണ് അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തന്റെ മകനെ വേദനിപ്പിക്കാൻ ശിവജി തയ്യാറല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ സഭയിൽ പല കാര്യങ്ങളും ഉന്നയിച്ചു കേട്ടു. സംഭാജിയെ കൊല്ലണമെന്ന് പല ആൾക്കാരും പറഞ്ഞു. പക്ഷേ അതിന്റെ പിറകിൽ സൊയ്റാബായി തന്നെയായിരുന്നു. അതേപോലെ സംഭാജിയെ പൂട്ടിയിടണം, അല്ലെങ്കിൽ സംഭാജിയെ അറയ്ക്കുള്ളിൽ അടച്ചിടണം എന്നുള്ളത് വേറൊരു കാര്യമായിരുന്നു. പക്ഷേ ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ ശിവജി അന്ന് വല്ലാതെ വിയർത്തിരുന്നു. പക്ഷേ തൻ്റെ മകനെ ഇനി താൻ പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഔറംഗസീബ് തന്നെ കൊല്ലുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ് എന്ന് അറിയാമായിരുന്നു. ശിക്ഷ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ തന്നെ മകനെ അത് വല്ലാണ്ട് വേദനിക്കും. ശിക്ഷ കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മറാത്തക്കാർ തന്നെ തൻ്റെ മകനെ ആക്രമിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് തൻ്റെ മകനെ എങ്ങനെ രക്ഷിക്കുമെന്നായി ശിവജിയുടെ അടുത്ത ചിന്ത. അങ്ങനെ ശിവജി ഒരു തീരുമാനത്തിലെത്തി. തൻ്റെ മകനെ അടച്ചിടാം. എത്ര കാലത്തേക്ക് എന്നൊന്നും അവിടെ പറഞ്ഞില്ല. പക്ഷെ അടച്ചിട്ട് കഴിഞ്ഞാൽ തൻ്റെ മകൻ സേഫ് ആയിരിക്കും എന്നുള്ളത് ശിവജിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ അടച്ചിടുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജയില് പോലെയൊന്നുമല്ല. ഒരു കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്. അവന് എല്ലാ സുഖസൗകര്യങ്ങളും അവിടെ ഉണ്ടാവും. പക്ഷേ ഭരണം ഒരിക്കലും കിട്ടില്ല, അത്രമാത്രം. പക്ഷേ ശിവജിയുടെ ഈ തീരുമാനം പറഞ്ഞ സംഭാജി ശരിക്കും ഞെട്ടുകയാണ് ചെയ്തത്. തനിക്ക് കടുത്ത ശിക്ഷ കിട്ടും എന്നുള്ളത് തന്നെയായിരുന്നു സംഭാജി എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ തൻ്റെ പിതാവ് ഇന്ന് തന്നെ വേദനിപ്പിക്കാത്ത രീതിയിൽ തനിക്കൊരു ചെറിയ ശിക്ഷ നടത്തിയിരിക്കുന്നു. അങ്ങനെ സംഭാജി കൊട്ടാരത്തിലേക്ക് മാറ്റി. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞു. ശിവജിക്ക് പച്ച വയ്യാതായി. അതിന് പിറകിലും സൈറാഭായി ആണ് എന്നൊരു കേൾവിയുണ്ട്. വിഷമാണ്, വിഷം കൊടുത്ത് പയ്യെ പയ്യെ ശിവജിയെ കൊല്ലും എന്നുള്ളതായിരുന്നു സൈറാഭായിയുടെ ഉള്ളിൽ. അതങ്ങനെ നടക്കുകയും ചെയ്തു. അങ്ങനെ ശിവജി മരിക്കുകയും അടുത്തതായി തൻ്റെ മകനായ രാജാറാം തന്നെ അധികാരത്തിൽ വരുമെന്നും സൈറാഭായി ഉറപ്പിച്ചു. അങ്ങനെ ശിവജിയുടെ മരണശേഷം രാജാറാം അധികാരത്തിൽ വന്നു, അല്ലെങ്കിൽ ഛത്രപതി സ്ഥാനം ഏറ്റെടുത്തു. പക്ഷെ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. കവി കലാഷ് അല്ലെങ്കിൽ കോർട്ടിലെ പോയറ്റായിട്ടുള്ള, അതുമാത്രമല്ല നമ്മുടെ സംഭാജിയുടെ ഏറ്റവും പ്രിയ സുഹൃത്തുമായിട്ടുള്ള കവി കലാഷ് നമ്മുടെ സംഭാജിയെ പുറത്തിറക്കുകയാണ്. അങ്ങനെ സംഭാജിയും അവിടെ ഉണ്ടായിരുന്ന മിലിറ്ററി കമാൻഡറിനെ പോയി കാണുകയും രാജാറാമിന്റെ പദവി ഇല്ലാതാക്കണമെന്നും പറഞ്ഞു. പക്ഷേ ഇത് അവർക്ക് വളരെ സുഗമമായി കഴിഞ്ഞു. കാരണം മിലിറ്ററി കമാൻഡറായ വ്യക്തി സംഭാജിയുടെയും അടുത്ത സുഹൃത്ത് തന്നെ ആയിരുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. അങ്ങനെയതാ ശിവജിയുടെ ആഗ്രഹം പൂവണിഞ്ഞു. ശിവജിക്കും ആഗ്രഹം സംഭാജി തന്നെ തൻ്റെ ചക്രവർത്തി സ്ഥാനം ഏറ്റെടുക്കണമെന്നായിരുന്നല്ലോ. അങ്ങനെ സംഭാജി ഇതാ ചക്രവർത്തി സ്ഥാനം ഏറ്റെടുക്കുന്നു. അധികാരത്തിൽ വന്ന സംഭാജി ആദ്യം തന്നെ ചെയ്തത് തൻ്റെ കൂടെ നിന്ന് ചതിക്കുന്ന, അല്ലെങ്കിൽ സൊയ്റാഭായിയുടെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരെയും അഡ്മിനിസ്ട്രേഷൻ പേർപ്പസിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ്. അതിനുശേഷം നല്ല വൃത്തിയോടെ തന്നെ സംഭാജി ഭരണം തുടർന്നു. പക്ഷെ അങ്ങനെ ഭരിക്കുന്ന സമയത്താണ് ഔറംഗസീബ് തന്നെ ആക്രമിക്കാനായി വരുന്നു എന്നുള്ളത് കാര്യം അറിയുന്നത്. ശിവജി മരിച്ചുപോയി. ശിവജിയെ ഇല്ലാത്ത മറാത്ത സാമ്രാജ്യം പെട്ടെന്ന് അധിനിവേശം ചെയ്യാൻ ഔറംഗസീബിന് സാധിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ കാര്യങ്ങൾ അറിയുന്നത് ഇവിടെ നിന്നാണ്. മറാത്ത സാമ്രാജ്യം ആക്രമിക്കാൻ വരുന്ന ഔറംഗസീബിനെ കാത്തിരുന്നത് തൻ്റെ പിതാവ് തനിക്ക് നൽകിയ മിലിറ്ററി മെത്തേഡ്സ് ആയിരുന്നു. വേറൊന്നുമല്ല, ഗുറില്ല യുദ്ധം, ഒളിഞ്ഞിരുന്ന് പോര് ചെയ്യുക, അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുക. സംഭാജി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. പെട്ടെന്ന് തന്നെ ഔറംഗസീബിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനായി സംഭാജിക്ക് സാധിച്ചു എന്നുള്ളതാണ് വേറൊരു കാര്യം.
ഔറംഗസീബ് തൻ്റെ പ്രിയപ്പെട്ട കമാൻഡേഴ്സിനെ വിളിച്ച് വീണ്ടും സംഭാജിയെയും മറാത്ത സാമ്രാജ്യത്തെയും ആക്രമിക്കാനായി പ്ലാൻ ചെയ്യുകയാണ്. പക്ഷെ അവിടെയും അത് തോറ്റു പോവുകയാണ്. മറാത്ത സാമ്രാജ്യത്തിൽ നിന്നും നമ്മുടെ സംഭാജി പല മുഗൾ സ്ഥലങ്ങളും കയ്യേറുകയുണ്ടായി. പക്ഷേ ആക്രമിച്ച് കയ്യേറിയെങ്കിലും അത് വിട്ടുകൊടുത്ത് തിരിച്ചു പോരുകയാണ് ചെയ്തത്. നാണക്കേട്, അപമാനം എന്നല്ലാതെ വേറെന്ത് പറയാൻ. ഒരു ജില്ല ആക്രമിച്ച് അല്ലെങ്കിൽ ഒരു രാജ്യം ആക്രമിച്ച് കഴിഞ്ഞ് അത് ഏറ്റെടുക്കാതെ തിരിച്ചു പോരുമ്പോൾ അപ്പുറത്തുണ്ടാവുന്ന രാജാവിനുണ്ടാവുന്ന നാണക്കേട് പറയാനുണ്ടോ? പ്രത്യേകിച്ച് മുഗൾ രാജാവായ ഔറംഗസീബും നാണം കെട്ട് തല കുനിക്കേണ്ടി വന്നു. കരസേനയിൽ സംഭാജിയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായ ഔറംഗസീബ് വേറെ പല രീതിയിലും സംഭാജിയെ തോൽപ്പിക്കാനായി ശ്രമിക്കുന്നു. അങ്ങനെ പല നാവികസേനയും ഇറക്കുന്നു. എന്നാൽ നാവികത്തിൽ അത്രയും നൈപുണ്യമില്ലാത്ത സംഭാജി അവിടെ പല സ്ഥലത്തും ഇടറിപ്പോകുന്നുണ്ട്. അതിനായി പോർച്ചുഗലിന്റെ സഹായം സംഭാജി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവർ അതിന് തയ്യാറാവുന്നില്ല. അതിനുശേഷം ഇംഗ്ലീഷുകാർ സഹായിക്കാമെന്ന് പറയുകയും അത് വേണ്ട എന്നുള്ള കാര്യം സംഭാജി ഉറപ്പിക്കുകയും ചെയ്തു. കാരണം സംഭാജിക്ക് അറിയാം, ഇംഗ്ലീഷുകാരോട് സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും തന്റെ മറാത്ത സാമ്രാജ്യവും ഈ ഇംഗ്ലീഷുകാരുടെ കയ്യിലിരിക്കും എന്നുള്ളത്. ഇതുകൊണ്ടൊന്നും ഔറംഗസീബ് യുദ്ധം നിർത്താൻ തയ്യാറായില്ല. ഇനി സംഭാജിയെ തോൽപ്പിക്കാൻ ആകെയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഒറ്റുകാരനെ പിടിച്ചടക്കുക എന്നുള്ളതാണ്. ഒറ്റുകാരാണല്ലോ ചരിത്രത്തിലും ഇന്നും ഏറ്റവും വലിയ വില്ലന്മാരെന്ന് പറയുന്നത്. അങ്ങനെ സംഭാജിയുടെ സഹോദരിയുടെ ഭർത്താവായിട്ടുള്ള വ്യക്തിയെ തന്നെ ഒറ്റുകാരനായി ലഭിച്ചു. അങ്ങനെ സംഭാജിയും കവികലേഷും എവിടെയാണ് ഒളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഔറംഗസീബിനെ ലഭിച്ചു. ഒരു മിനിറ്റ് പോലും കളയാതെ ഔറംഗസീബ് അവിടേക്ക് ചാടിപ്പോയി. അതിനൊരു കാരണമുണ്ട്. സംഭാജിയെ നശിപ്പിച്ച് മറാത്ത സാമ്രാജ്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ തനിക്ക് കിട്ടാൻ പോകുന്നത് മുഗൾ സാമ്രാജ്യത്തിലെ തന്നെ ഒരു പൊൻതൂവലാണ് എന്നുള്ളത്. അവസാനം സംഭാജിയെയും കവികലാഷിനെയും ഔറംഗസീബ് പിടിച്ചടക്കുന്നു. പക്ഷേ ഔറംഗസീബിന്റെ സ്വഭാവം നമുക്കറിയാവുന്നതാണല്ലോ. ക്രൂരമായി തന്നെ കൊല്ലുക എന്നുള്ളതായിരുന്നു മനസ്സിലിരിപ്പ്. പക്ഷേ മുന്നോടിയായി ഔറംഗസീബ് സംഭാജിക്ക് ഒരു വാഗ്ദാനം കൊടുത്തു. നിന്നെ ഞാൻ വെറുതെ വിടാം, പക്ഷെ നീ മുസ്ലിമായി മാറണം എന്നുള്ളത്. അന്നും മതത്തിന്റെ പേരിലാണ് പല പ്രശ്നങ്ങളും നടന്നിട്ടുള്ളത്, ഇന്നും അതെ. പക്ഷേ അതിനും തയ്യാറാവാൻ സംഭാജി പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് മതങ്ങളൊന്നും മാറണ്ട, നീ വേണമെങ്കിൽ എന്നെ കൊന്നോളൂ, എനിക്ക് കുഴപ്പമില്ല. സംഭാജി മുസ്ലിം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ തനിക്ക് കിട്ടാൻ പോകുന്ന മുഗൾ രാജ്യത്തിന്റെ വില മനസ്സിലാക്കിയ ഔറംഗസീബിന് സംഭാജിയുടെ ഈ വാക്കുകൾ ഒരു അടിയാണ് നൽകിയത്. അങ്ങനെ ക്രൂരമായി തന്നെ സംഭാജിയെ കൊല്ലാനായി തീരുമാനിച്ചു. ആദ്യമായി തന്നെ അദ്ദേഹത്തിന്റെ കൈകളിൽ ഉണ്ടായിരുന്ന എല്ലാ വിരലുകളും ഒടിക്കുകയാണ് ചെയ്തത്. ഇതുകൊണ്ടൊന്നും സംഭാജി തളർന്നില്ല. എങ്കിലും താൻ മുസ്ലിം ആവില്ല എന്നുള്ളത് അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്തു അത്രേ. എന്നിട്ടും സംഭാജി തോൽക്കാൻ തീരുമാനിച്ചില്ല. അതിനുശേഷം തൻ്റെ ശരീരത്തിലെ എല്ലാ തോലുകളും ചീന്തിയെടുത്തത്രേ. വേദന കൊണ്ട് പുളഞ്ഞെങ്കിലും സംഭാജി വീണ്ടും തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ 2 കൈകാലുകളും തലയും വെട്ടിയെടുത്ത് സംഭാജിയെ നുറുക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു പുഴയിലിട്ടു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ഈ കാര്യം ഔറംഗസീബിന്റെ കൊട്ടാരത്തിലെ റൈറ്ററായിട്ടുള്ള ത്വക്കി മുസ്താദ് ഖാൻ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മുഗളന്മാരുടെ മാത്രമല്ല, നമ്മുടെ സംഭാജിയെക്കുറിച്ച് മറാത്ത സാമ്രാജ്യത്തിലും പല ബുക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ ബഹർ ലിറ്ററേച്ചറിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഭാജി നേരിട്ട അക്രമങ്ങളും അദ്ദേഹം എങ്ങനെയാണ് മരണം കൈവരിച്ചതും എന്നുള്ളതാണ്. ുടെയും മറാത്തികളുടെയും ലിറ്ററേച്ചറിൽ നിന്ന് വ്യത്യസ്തമായി ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും സംഭാജി നേരിട്ട ക്രൂരതകൾ കൃത്യമായി വിവരിക്കുന്നുണ്ട്. പക്ഷേ മുഗളന്മാരുടെ കോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് മറാത്തയും ബ്രിട്ടീഷും പോർച്ചുഗലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഗൾ കോർട്ടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം ഒരു തീവ്രവാദിയാണ് എന്നുള്ള രീതിയിലാണ്. അദ്ദേഹം ഒരു ശത്രുവാണ്, അതുകൊണ്ട് തന്നെ ശത്രുവിനെ അങ്ങനെ ക്രൂരമായി വധിക്കണമത്രേ. എങ്കിൽ മാത്രമേ ഇനി വരുന്ന ശത്രുക്കൾ മനസ്സിലാക്കുകയുള്ളൂ ശത്രുക്കൾക്കുള്ള ശിക്ഷ എന്താണെന്നുള്ളത്. പക്ഷേ അദ്ദേഹം ഒരു ശത്രുവായിരുന്നോ? ഒരിക്കലുമല്ല. അദ്ദേഹം ഒരു തീവ്രവാദിയുമായിരുന്നില്ല, നല്ല വ്യക്തിയായിരുന്നത്രേ. എങ്ങനെയാണ് അദ്ദേഹം തീവ്രവാദിയാവുന്നത്? ഒരു രാജ്യത്തിന്റെ രാജാവല്ലേ, തീവ്രവാദിയാവാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഒരു രാജാവും തീവ്രവാദിയായി മാറുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. പിന്നെ എങ്ങനെയാണ് ചരിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി? ചരിത്രത്തിൽ മുഗൾമാർക്ക് വേണ്ട പ്രാധാന്യം അവിടെ തന്നെ
നിലനിർത്താനാണ് ഇങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയത് എന്നുള്ളത് പല ചരിത്രകാരും പറയുന്നുണ്ട് എന്നുള്ളത് വേറെ ഒരു കാര്യമാണ്. എന്നാലും സംഭാജിയെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ സാധിക്കില്ല. കാരണം തൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് താൻ മരിച്ചിരിക്കുന്നത്. ഒരിക്കലും രാജ്യത്തെ ഒറ്റുകൊടുത്തിട്ടില്ല. ഒറ്റുകൊടുത്തു എന്നുള്ള കഥ പ്രചരിച്ചെങ്കിലും താൻ അത് ചെയ്തത് മറ്റു വേറെ എന്തോ ഒരു കാര്യത്തിനാണ്. പക്ഷേ അതും ഇന്ന് നിഗൂഢമായി തന്നെ നിലനിൽക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.